ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ശേഷം ദൈവം അനുഗ്രഹിച്ച് അവളോട് പറയുകയാണ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. ജോലിയുടെ 5 വശങ്ങൾ ഇവിടെ സംസാരിക്കുകയാണ്. 28-ാം വചനത്തിൽ സന്താന പുഷ്ടിയുള്ളവരായി, 2 പെരുകി, 3 നിറഞ്ഞ്, 4 അടക്കി, 5 വാഴുക. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യന് തൻ്റെ ഛായയും സാദൃശ്യവും ദൈവം നൽകുകയാണ്. അത് 26-ാം വാക്യത്തിൽ നമുക്കത് കാണാം. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിക്കാം, അവൻ വാഴട്ടെ. ആണും പെണ്ണുമായി ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ രൂപവും സാദൃശ്യവും എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ചെയ്ത നിലവാരത്തിൽ ഈ ഭൂമിയിൽ ജോലികൾ ചെയ്യണമെങ്കിൽ മനുഷ്യന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അല്ല എങ്കിൽ ദൈവം ചെയ്ത നിലവാരത്തിൽ ഈ ഭൂമിയിൽ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ച് അനുഗ്രഹിച്ച് ആ അധികാരം നൽകി, ആ കഴിവുകൾ നൽകി മനുഷ്യനെ അവിടെ ആക്കി വെച്ചത്. മനുഷ്യനെ ഒരു പാസീവ് ഒബ്സർവർ ആയിട്ടല്ല ദൈവം ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. ഒരു വേൾഡ് വൈഡ് വെഞ്ചർ, ഒരു സംരംഭം തന്നെ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് ഒരു സാമ്പിൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി ഈ ലോകത്തിൽ നാം ചെയ്യേണ്ടതിന് നിപുണതയോടെ, ബുദ്ധിയോടും പരിജ്ഞാനത്തോടും കൂടെ എല്ലാം മികവുള്ള നിലവാരത്തിൽ ചെയ്തെടുക്കേണ്ടതിന് ഒരു ചെറിയ സാമ്പിൾ നൽകി, ഒരു മാതൃക നമുക്ക് അവതരിപ്പിച്ചിട്ട് കർത്താവായ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. രണ്ടാമതായി, അതിൻ്റെ കൂടെ ദൈവം ഒന്നുകൂടി നമുക്ക് നൽകുന്നു ജീവിത പങ്കാളിയെ. എന്തിനാണ് ജീവിത പങ്കാളിയെ നൽകുന്നത്? ഈ ജോലി, ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ഈ ജോലി അത്ര നിസ്സാരമായ ജോലിയല്ല. ഇത് വളരെ ബൃഹത്തായൊരു പദ്ധതിയാണ്. ഇത് വലിയ ഒരു ജോലിയാണ്. അതിന് ആണ് ജീവിത പങ്കാളിയെ നമുക്ക് സഹായിയായി തന്നിരിക്കുന്നത്. ജീവിത പങ്കാളിയെ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ തോന്നും, അത് സൂപ്പർവൈസറിൻ്റെ പണി ചെയ്യാനല്ലേ? അല്ല, സൂപ്പർവൈസറിൻ്റെ പണി ചെയ്യാനല്ല. ഒറ്റയ്ക്ക് ഈ ജോലി മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അവന് തക്കതായ ഒരു തുണയെ കൂടി നൽകി ഇത് ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ നമുക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ലല്ലോ. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് അത് സാധ്യമല്ല. അവിടെ അതെങ്ങനെ സാധ്യമാകും? ഭാര്യയില്ലാതെ നമുക്ക് വർദ്ധിക്കാൻ സാധിക്കുമോ? പെരുകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ജോലി, അവിടെ കല്യാണത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സിംഗിളായി വരികയാണ്. ഒരാണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ വരുന്നു, ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിവാഹ ബന്ധത്തിലേക്ക് വരുന്നു. എത്രയോ വിവാഹങ്ങൾ നാം കണ്ടിരിക്കുന്നു. 5-6 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ നമ്മെ കാണാൻ വരുമ്പോൾ അവരുടെ ഒക്കത്ത് 1-2 കുഞ്ഞുങ്ങളുണ്ടാവും. സിംഗിളായിട്ട് വന്നവരാണ്, പക്ഷേ ഇപ്പോഴിതാ പെരുകുകയാണ്, വളരുകയാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയല്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ഈ ഭൂമി മുഴുവനും നിറയുവാൻ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വീട് വലുതാകുകയാണ്. മുമ്പ് ചെറിയ വീടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു റൂം കൂടെ കൂടുതൽ വേണം. കുഞ്ഞ് വലുതായിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം വലുതാകുകയാണ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുകയാണ്. പിന്നെ പറയും പുതിയ വീട് വെക്കണം എന്ന് പറയും. മൂത്തവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങ് ദുബായിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തവൻ എവിടെ? അവൻ അമേരിക്കയിലാണ്. അപ്പോൾ ഈ വളർച്ച, ഇത് ശരിയായിട്ടുള്ള വളർച്ചയാണ്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയെ മുഴുവനും അടക്കി വാഴേണ്ടതിന് ഒറ്റയ്ക്ക് സാധ്യമല്ലല്ലോ. കുഞ്ഞുങ്ങൾ വളരെയധികം അവിടെയും ഇവിടെയും എല്ലാം അവർ അത് ചെയ്യുമ്പോൾ ഇതൊരു വർധനവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെരുകി വർദ്ധിക്കുന്നതിന് ജീവിത പങ്കാളി ഇല്ലാതെ സാധ്യമല്ല എന്ന്. സഭയിൽ വിവാഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, ഈ പെരുക്കത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇനി എത്ര വിവാഹം സഭയിൽ നടക്കാൻ പോകുന്നത് കാണേണ്ടി വരുമെന്ന് അറിയില്ല. കാരണം ഇതിനു മുമ്പ് വീട് വെക്കുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ, വീട് നമുക്ക് ആവശ്യമാണ്, എല്ലാവർക്കും വീട് വേണം, വീടുകൾ വർദ്ധിക്കണം എന്ന് പ്രസംഗിച്ചപ്പോൾ, പിന്നെ
വീടുകൾ കയറി താമസിക്കുന്നതിൻ്റെ ഒരു കളിയായിരുന്നു. ചിലർ പറയും ഈ ഭൂമിയിൽ നമുക്ക് വീട് ആവശ്യമില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ജീവിച്ചാൽ മതി, സ്വർഗത്തിലാണ് നമ്മുടെ ഭവനം, എന്തിനാണ് വീട് പണിയുന്നത്? അല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നമുക്ക് വീടുകൾ ആവശ്യമുണ്ട്. അത് മനോഹരമായി എല്ലാ സൗകര്യങ്ങളിലൂടെ പണിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പെരുകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടെ വീടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വീട് ലഭിക്കില്ല എന്നതുപോലുള്ള പഠിപ്പീരുകളെ അത് നമ്മൾ തള്ളിക്കളയണം. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ജോലി എന്ന് പറയുന്നതിൽ നിന്നും ഈ കുടുംബത്തെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കുടുംബത്തിൽ അതിൻ്റെ വർധനവ്, ദൈവം എന്താണ്, എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിച്ചത്, നമ്മൾ പെരുകണം, വർദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജീവിത പങ്കാളിയുമായി ചേർന്ന് കുടുംബം വലുതാകുന്നത് പോലെ, വീട് വലുതാകുന്നത് പോലെ, ഇത് ജോലി എന്ന കൺസെപ്റ്റിൽ നിന്നും ഈ വിവാഹത്തെ നമുക്ക് വേർതിരിച്ച് കാണുക സാധ്യമല്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും നമുക്ക് തന്നിരിക്കുന്നത് ഈ ജോലി ചെയ്യാനാണ്. ഏദൻ തോട്ടം ഒരു ചെറിയ സ്ഥലം മാത്രമായിരുന്നു. അവിടെ ദൈവം പ്രവർത്തിച്ച് കാണിച്ചു. പെരുകി വലുതാകുവാൻ കുടുംബത്തോടൊപ്പം ചേർന്ന്, ഭാര്യയോടൊപ്പം ചേർന്ന് വർദ്ധിച്ച് പെരുകി കുഞ്ഞുങ്ങളായിട്ട് ഈ രീതിയിൽ വളർത്തുവാനും പെരുകുവാനുമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രസംഗം കഴിയുമ്പോൾ ഇനി സഭയിൽ വിവാഹങ്ങൾ കൂടുമോ എന്നുള്ളത് കണ്ടറിയണം. ഇതുപോലെ ഭൂമി മുഴുവൻ നിറയാൻ എന്തോരം കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടല്ലേ, എത്ര ആളുകൾ ആവശ്യമുണ്ടല്ലേ, എത്ര ഭംഗിയായിരിക്കും. ഈ പെരുക്കം കുടുംബങ്ങളിൽ നിന്നും വർദ്ധിച്ച് പെരുകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ മാത്രമേ ഏദൻ തോട്ടം പോലെ ഈ ലോകം മുഴുവനും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജീവിത പങ്കാളി ഇല്ലാതെ അതെങ്ങനെയാണ് സാധ്യമാകുക? എന്തിനാണ് ഭാര്യയെ തന്നിരിക്കുന്നത്? അത് ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. എന്താണ് ജോലി? പെരുകി വർദ്ധിച്ച് വളരുന്നതാണ് ജോലി. അപ്പോൾ ശ്രദ്ധയോടെ മനുഷ്യൻ്റെ ജീവിതം മനോഹരമാക്കുന്നതിന് വേണ്ടി ദൈവം അവന് നൽകിയിരിക്കുന്ന ജോലി വിജയകരമായി ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിവാഹ ജീവിതം അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടിയാണ് ജീവിത പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നത്. മൂന്നാമതായി, മനുഷ്യനെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്ര വലിയ അനുഗ്രഹം നൽകി, ഇത്ര വലിയ കഴിവുകളോടെ, ഇത്ര വലിയ ഉത്തരവാദിത്വം നൽകി, അനുഗ്രഹത്തെ ഒരു കൽപ്പനയാക്കി ജോലി ചെയ്യാൻ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നൽകി എന്തിനാണ് മനുഷ്യനെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. അദൃശ്യമായിരിക്കുന്ന ദൈവത്തെ ഈ ലോകത്തിൽ ദൃശ്യവൽക്കരിച്ച് കാണിക്കുന്നതിന്, ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ്, അവനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി, ഈ ലോകം മുഴുവനും നിറച്ച് കാണിക്കേണ്ടതിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് എന്ത്? ഈ മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. ഭൂമി മുഴുവനും നിറയാൻ പറയുകയാണ്. ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവ് അറിയാൻ ഈ ഭൂമി മുഴുവൻ നിറയണം. അതുകൊണ്ടാണ് നിറയുക എന്ന് പറയുന്നത്. പുഷ്ടിയോടെ പെരുകുക എന്ന് പറയുകയാണ്. എന്തിന്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ ലോകം മുഴുവനും നിറയ്ക്കേണ്ടതിന് വേണ്ടിയാണ്. എല്ലാത്തെയും കീഴ്പ്പെടുത്തി വാഴുക എന്ന് പറയുന്നു. എന്തിനാണ്? ദൈവത്തിൻ്റെ ഉദ്ദേശവും പദ്ധതിയും ഈ ലോകം മുഴുവൻ അറിയേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വച്ചിരിക്കുന്നത്, വലിയ വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നു, ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ഒരു ദേവാലയം പോലെയാണ്. ദേവാലയത്തിൽ എന്താണുള്ളത്? ദേവാലയത്തിൽ വിഗ്രഹങ്ങളും ദൈവവും എല്ലാം ഉണ്ടല്ലോ. ഒരു ദേവാലയത്തിൽ വിഗ്രഹത്തെ വെച്ചിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ മനുഷ്യനെ വെച്ചിരിക്കുകയാണ്. ഭൂമിയെ ഉണ്ടാക്കിയ ശേഷം മനുഷ്യനെ അതിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദേവാലയത്തെ കാണുന്നത് പോലെ അതിനെ കാണണം എന്നാണ് പറയുന്നത്. ഒരു ടെമ്പിൾ എന്നാണ് പറയുന്നത്. നോക്കണേ, പണ്ടൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ വലിയ വലിയ രാജ്യമായിരിക്കും. വലിയ വലിയ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ രാജ്യം വളരെ വലുതായിരിക്കും. ഒരുപാട് സാമന്തന്മാരൊക്കെ അവർക്കുണ്ടാകും. അപ്പോൾ ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഈ രാജധാനിയിൽ ആ രാജാക്കന്മാർ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രജകൾക്ക് രാജാവിനെ അറിയത്തില്ല. ഇത്രയും ദൂരത്തു നിന്നും രാജാവ് ഈ പ്രജകളെ കാണാൻ വേണ്ടി ഒന്നും വരാനും പോകാനൊന്നും സാധിക്കില്ല. പ്രജകൾക്ക് ആരാണ് രാജാവ് എന്ന് മനസ്സിലാകാത്ത ഒരു സ്ഥിതി. ഇന്നത്തെ പോലെ
ടി വിയോ പത്രമാധ്യമങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്തെ പറ്റിയാണ് പറയുന്നത്. വളരെ ചെറിയൊരു കേട്ടുകേൾവി മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ രാജാവ് ആരാണെന്ന് എങ്ങനെയാണ് അറിയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് പ്രതിമകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഗ്രാമം തോറും പ്രതിമകൾ സ്ഥാപിക്കുക. ഈ പ്രതിമ എന്ന ആശയം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇനി പ്രതിമ കാണുമ്പം ഇത് ഓർത്തോണം. രാജാക്കന്മാർ ഗ്രാമങ്ങൾ തോറും പ്രതിമകൾ സ്ഥാപിക്കും. ഈ പ്രതിമകൾ കാണുമ്പം ആൾക്കാർ മനസ്സിലാക്കണം, ഇതാണ് രാജാവ്. രാജാവ് ആ ഗ്രാമത്തിൽ വന്നിട്ടേ ഇല്ല. 1000 കിലോമീറ്റർ ദൂരെയാണ് രാജധാനിയും ഒക്കെ. ആരാണ് രാജാവെന്ന് ചോദിച്ചാൽ ഈ പ്രതിമയാണ് അവർക്കറിയാവുന്നത്. പ്രതിമയെ വണങ്ങി പ്രതിമയ്ക്ക് മാലയൊക്കെ ഇടുന്നത് കൊണ്ട് അവർക്ക് ആ രൂപമറിയാം. അവന് രാജാവിനെക്കുറിച്ച് അത്രയുമേ അറിവുള്ളൂ, ആ പ്രതിമ കണ്ടുള്ള പരിചയം. പക്ഷേ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമാണ്, എന്തായാലും അത്രയെങ്കിലും അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർ പ്രതിമകൾ ധാരാളമായി വെച്ചു. ആ പ്രതിമ കണ്ടെങ്കിലും രാജാവ് ഈ ആളാണ് എന്ന് അവർ മനസ്സിലാക്കുമല്ലോ. എന്നാൽ രാജാവ് എങ്ങനെയുള്ളവനാണ്, അവൻ്റെ ശബ്ദം എന്താണ്, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ ശരിക്കുള്ള പ്രായം എന്താണ്, ഇതൊന്നും ആർക്കും അറിവുണ്ടാകില്ല. രാജാവ് നല്ലവനാണോ മോശക്കാരനാണോ എന്നൊന്നും അറിയാനായിട്ട് അവർക്ക് സാഹചര്യമുണ്ടായിട്ടില്ല. അടുത്തിടപഴകിയാലല്ലേ അതൊക്കെ സാധ്യമാകുകയുള്ളൂ. അവർ വെറും പ്രതിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. രാജാവ് എങ്ങനെയുള്ളവനാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജീവനുണ്ടെങ്കിലല്ലേ അത് വെളിപ്പെടുത്തി കാണിക്കാൻ കഴിയുകയുള്ളൂ. സംസാരിക്കണം, ആവശ്യങ്ങളിൽ സഹായങ്ങൾ ചെയ്യണം. അതൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ വെറും പ്രതിമയായിരിക്കുന്നതിൽ നിന്നും നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും സാധിക്കും? നമ്മുടെ ദൈവം രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും വാഴുന്നവൻ. ആ അധികാരം നമ്മുടെ കൈകളിലും ഏൽപ്പിച്ചിരിക്കുന്നവൻ. നമ്മുടെ കൈകളിൽ അധികാരം ഏൽപ്പിച്ച് ഗ്രാമങ്ങൾ തോറും പ്രതിമകൾ ഉണ്ടാക്കി വയ്ക്കാതെ പകരമായി എന്ത് ചെയ്തെന്നോ, ഗ്രാമങ്ങൾ തോറും മക്കളെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളെ മക്കളായി അവിടെ ആക്കി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ആ പദ്ധതികൾ ചെയ്തെടുക്കുവാൻ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് ഒറിജിനൽ പ്ലാൻ. നാടെങ്ങും മക്കൾ, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കളെ എവിടെ പോയാലും കാണാം. ദൈവത്തിൻ്റെ കൃപ, ആ കൃപയെ പുറത്ത് കാണിക്കുന്നവർ, ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന മക്കൾ ഏത് ദേശത്ത് പോയാലും അവിടെ പ്രതിമകളല്ല, ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ എന്തിനാണ് ഓരോ സ്ഥലത്തും ദൈവമാക്കി വച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഈ മഹത്വം കാണിക്കുവാൻ, ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായിട്ടുള്ള കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ. അവൻ എത്ര കൃപാലുവാണ്, അവൻ എത്ര അധികമായി സ്നേഹിക്കുന്നു. ഇതെല്ലാം നാം പ്രദർശിപ്പിക്കേണ്ടതിനാണ് അവൻ ഗ്രാമങ്ങൾ തോറും പ്രതിമകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയല്ല, മക്കളെ ആക്കി വച്ചിരിക്കുന്നു. ആരാണ് രാജാവ്? നമ്മെ സൃഷ്ടിച്ച ദൈവം ആരാണ്? നമ്മെ കാണുമ്പോൾ അവരറിയണം ആരാണ് രാജാവ്, നമ്മെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന്. നാമെല്ലാം ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലാക്കി വച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഈ മഹത്വം നാം കാണിക്കേണ്ടതിന് വേണ്ടിയാണ്. നാം ചെയ്യുന്ന ജോലിയും നാം ആയിരിക്കുന്ന അത് കാണിക്കാനുള്ളൊരു വഴിയാണ്. ജോലി ആ ഉദ്ദേശത്തോടെ നൽകിയിരിക്കുന്ന ഒന്നാണ്. പല വഴികളിൽ ഒന്നാണ് ഈ ജോലി. നാം നിപുണതയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രയോജനപ്രദമായ രീതിയിൽ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ, അസാധ്യമായിരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ സാധ്യമാക്കിയെടുക്കുമ്പോൾ, അത്ഭുതകരമായി നാം ജോലി ചെയ്യുമ്പോൾ, ചിട്ടയോടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നാം പാഴായി കിടക്കുന്നതിനെല്ലാം ഭംഗിയുള്ളതാക്കി പുനർജീവിപ്പിക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ ഗുണമാണ് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ നല്ലവനായ ദൈവത്തെ നാം അവിടെ നാം ചെയ്യുന്ന ജോലിയിലൂടെ പുറത്തു കൊണ്ടുവരികയാണ്. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പ്രതിമയല്ല, ജീവനുള്ള തൻ്റെ മക്കൾ ഇതാ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഈ ജോലി ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ പ്രസിദ്ധപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന ജോലി, കൈത്തൊഴിലുകൾ, അത് എത്ര പ്രാഗൽഭ്യത്തോടെ നാം ചെയ്യുന്നുവോ, എത്ര മികവോടെ നാം അത് ചെയ്യുന്നുവോ, അത്രത്തോളം നാം നമ്മിലൂടെ ദൈവത്തെ പ്രദർശിപ്പിക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണെന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ ജോലിയും ഈ 5 കാര്യങ്ങളോട് സംബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറച്ച് ഭൂമിയിൽ വാഴുക എന്നതുമായി സംബന്ധമുള്ളതാണ്. ഉദാഹരണമായി റോഡ് പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്,
ഇത് ഞാൻ ചെയ്യുന്ന ജോലി ഇത് എങ്ങനെയാണ്, ഇത് ഞാൻ അഴുക്ക് പുരണ്ട് വിയർത്തൊലിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നു, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, അതാണ് നല്ല ജോലി. ഞാൻ ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം ദൈവം അവന് നൽകിയിരിക്കുന്ന ആ ജോലി, അവൻ റോഡ് പണിയുമ്പോൾ അത് മികച്ച രീതിയിൽ അവൻ ചെയ്യുമ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതാണ്, അത് പെരുക്കുന്നതാണ്. ഈ ഭൂമി മുഴുവനും മക്കളെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും പെരുകി വരുമ്പോൾ അവർ സഞ്ചരിക്കുന്നതിന് വഴികൾ ആവശ്യമുണ്ട്. ആ വഴിയാണ് അവൻ പണിതുകൊണ്ടിരിക്കുന്നത്. അത് വിശാലമായ രീതിയിൽ പണിയുമ്പോൾ സഞ്ചാരം സാധ്യമാകുന്നു, കയറ്റിറക്കുമതികൾ എളുപ്പമാകുന്നു. അതിനുവേണ്ടി അവൻ പണിയുകയാണ്. ദൈവവേല ചെയ്യുന്നത് മാത്രമല്ല, ഈ ഭൗമികമായ ഈ റോഡ് പണിയും അത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കുള്ളതാണ്. അത് പെരുകുന്നതും വർദ്ധിക്കുന്നതുമാണ്. അത് ദൈവികമായ ജോലിയാണ്. റോഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ എന്തോരം റോഡുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകൾ ഇല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുകയില്ല. അപ്പോൾ റോഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതുണ്ടാക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? പുഷ്ടിയോടെ വർദ്ധിച്ച് പെരുകുന്നവന് അടക്കി വാഴുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ സ്വതസിദ്ധമായ രീതിയിൽ തൻ്റേതായിട്ടുള്ള അധ്വാനവും പ്രവൃത്തിയും കൂടെ ചെയ്ത് അവൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേല തന്നെയാണ്. അവൻ വഴി ഉണ്ടാക്കുകയാണ്, അവൻ വിയർത്തൊലിക്കുകയാണ്. പക്ഷേ അവൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, തൻ്റേതായ ജോലി ചെയ്യുന്നു. അത് ഒരു ദൈവിക ജോലിയാണ്. ടീച്ചർമാർ പഠിപ്പിക്കുന്നത് നോക്കൂ. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുകയാണ്. സ്കൂളിലേക്ക് പോകാൻ മടി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അച്ചടക്കത്തിൽ ഇരുത്തി പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ഒരാഴ്ച നോക്കുകയെ മുഴുവൻ കരച്ചിലായിരിക്കും. സ്കൂളിലേക്ക് വരുന്നു, അവിടെ വന്നിരുന്ന് കരയുന്നു, ആ ദിവസം മുഴുവൻ കരയുന്നു. സ്കൂൾ വിട്ട് തിരിച്ചു പോകുന്നു, പിറ്റേ ദിവസം വരുന്നു, പിന്നെയും കരച്ചിലാണ്. അതിനുശേഷം ടീച്ചർമാർ നിപുണതയോടെ ABCD പഠിപ്പിക്കുന്നു. അവരത് എഴുതാൻ പഠിക്കുന്നു, വായിക്കാൻ പഠിക്കുന്നു. എത്ര ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കാണ്. ഈ കുട്ടികളെയാണ് പിന്നീട് ഡോക്ടർമാരായിട്ട് മാറുന്നത്, പിന്നീട് എഞ്ചിനീയർമാരായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ടീച്ചർമാരില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ക്രിയേറ്റീവായിട്ടുള്ളൊരു ജോലിയാണ് അവർ ചെയ്യുന്നത്. ഒന്നും അറിയാതിരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി പഠിപ്പിച്ച് അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്ര ഒരു ക്രിയേറ്റീവ്, എത്ര ഒരു വർദ്ധിപ്പിക്കുന്ന, എത്ര വളർത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് നോക്കൂ. അത് ഒരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ് വർക്കാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആയാലും ഒരു എഞ്ചിനീയറുടെ പണിയായാലും ഇതെല്ലാം വർദ്ധിപ്പിച്ച് നിറച്ച് പെരുക്കി ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ വേല തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള പങ്ക് നാം നിറവേറ്റുകയാണ്. നാം ചെയ്യുന്ന ജോലി എന്ത് ആണെങ്കിലും അത് ഈ 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതാണെങ്കിൽ അത് ദൈവപദ്ധതി നാം നിറവേറ്റുന്നത് തന്നെയാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് കീഴ്പ്പെടുത്തി വാഴുക എന്ന ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ദൈവികമായ ജോലിയാണെന്ന്. എന്നാൽ ഒന്നുകൂടി പറഞ്ഞേക്കാം, എല്ലാ ജോലിയും ദൈവികമാണെന്ന് പറയുമ്പോൾ ചിലർ പറയും എൻ്റെ പണി കൊട്ടേഷൻ പണിയാണ്, ഞാൻ പൈസ മേടിച്ചിട്ട് ആൾക്കാരുടെ കാല് വെട്ടുകയും തല വെട്ടുകയും ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്, എനിക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, ഇത് ഞാൻ ചെയ്യുന്ന ദൈവിക പണിയാണ് എന്ന് പറഞ്ഞേക്കരുത്. കാരണം അത് ദൈവിക ജോലിയല്ല, അത് പിശാചിൻ്റെതാണ്. നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വർദ്ധിക്കുക, പെരുകുക, ആ ദൈവിക നിലവാരത്തിലുള്ള പ്രവൃത്തിക്ക് നമ്മൾ ചെയ്യുന്ന ജോലി എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, വളരെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ എങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവിക പദ്ധതിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ അത് ദൈവികമാണ്. ആ ജോലി നാം പ്രാഗൽഭ്യത്തോടെ ചെയ്യണം. ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ അതിനെ വിലയേറിയതായി എണ്ണണം, അത് നന്മയായി കരുതണം, അത് വിശ്വസ്തയോടെ ചെയ്യേണ്ടതുമാണ്. ദൈവത്തിൻ്റെ നാമത്തിന് നാം ഘനവും മഹിമയും ഉണ്ടാക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഇവിടെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ദൈവം ലോകം മുഴുവനും തൻ്റെ മക്കളെ ആക്കി വച്ചിരിക്കുകയാണ് തൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുവാനായി, തൻ്റെ കഴിവുകളെ, നിപുണതകളെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാനായിട്ട് ദൈവം നമ്മളെയാണ് അവിടെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു വലിയ ഉദ്ദേശത്തോടാണ് ദൈവം നമ്മളിവിടെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ ജോലിയിൽ നാം ഒരു ഉപ്പായിരിക്കണം, നമ്മുടെ ജോലിയിൽ നാം ലോകത്തിന് ഒരു പ്രകാശമായിരിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണം എന്ന് കരുതുമ്പോൾ ആരെങ്കിലും ഒന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. നമ്മുടെ മനസ്സാണ് മാറേണ്ടത്, നമ്മുടെ ചിന്താഗതികളാണ് മാറേണ്ടത്, നമ്മുടെ ബോധ്യങ്ങളാണ് മാറേണ്ടത്. നമ്മുടെ രീതികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ചിന്താഗതിയും പുതിയൊരു ജീവിത രീതിയും ഉണ്ടായി വരും.
അങ്ങനെ വരുമ്പോൾ പിന്നെ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരികയില്ല. ഒരു ദിവസം പോലും ജോലി ഇല്ലാതിരിക്കണം എന്ന് ചിന്തിക്കുക പോലും ചെയ്യുകയില്ല. ചെയ്യുന്ന ജോലി നാം അതിമനോഹരമായി ചെയ്യും. ആരുടെ കീഴിലാണോ നാം ജോലി ചെയ്യുന്നത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മനുഷ്യൻ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കും. മറ്റു ചിലയിടത്ത് നമ്മൾ ചെയ്യുന്ന ആ ജോലിയുടെ ആ പ്രശ്നങ്ങൾ കാരണം ഇവനൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ കൊള്ളാം എന്നായിരിക്കും നമുക്ക് ജോലി തരുന്ന ആൾ വിചാരിക്കുന്നത്. ആ രീതിയിലായിരിക്കും നമ്മുടെ ജോലിയും. നല്ല രീതിയിൽ നിങ്ങൾ ജോലി എടുക്കുമ്പോൾ നിങ്ങൾ പോകരുതേ എന്ന് അവർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ജോലിയെപ്പറ്റി, ജോലി ഏത് നിലവാരത്തിൽ ചെയ്യണം എന്നതിനെപ്പറ്റിയെല്ലാം ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ ഹിതം മനസ്സിലാക്കി നീ ജോലി ചെയ്തു, ഞങ്ങളും ജോലി ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കായിട്ട് അത് നീ കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. പെരുകി വർദ്ധിച്ച് അടക്കി വാഴുവാനുള്ളൊരു അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം നിൻ്റെ ഛായയും സാദൃശ്യവും നൽകി നിപുണതയോടെ ജോലി ചെയ്യുവാൻ നീ ഞങ്ങളെ ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എനിക്കെൻ്റെ ജീവിത പങ്കാളിയെയും ആ ജോലിയിൽ ഒരുമിച്ച് ചെയ്യുവാൻ നീ തന്നിരിക്കുകയാണ്. കർത്താവെ, നന്ദി പറയുന്നു. നിപുണതയോടെ ജോലി ചെയ്യുവാൻ, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ, നല്ല രീതിയിൽ ജോലി ചെയ്ത് ഒരു ദൈവപ്രതിമയായി തീർന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലവാരത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിച്ച് ഭക്ഷിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളുടെ മെസ്സേജ് കേൾക്കണം.